സ്കൂളുകളിലെ PTA കമ്മിറ്റികൾ പിടിച്ചെടുക്കുക എന്നൊരു സമ്പ്രദായം, സ്കൂളിലെ രീതികളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന സമ്പ്രദായം, ഇത് CPMന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും ഇടതു പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കലാണ് രീതി. അതായത് ഒന്നുകിൽ ഇതിനെ നമ്മൾ ആൾദൈവങ്ങളെ CPM വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് രാഷ്ട്രീയവൽക്കരണം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ പൂമാല കിട്ടിയ പോലെ എന്നും കരുതേണ്ടി വരും. അല്ല, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇന്ന് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം ഇന്ന് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രപരമായിട്ട് അവർ വിചാരിച്ചത് ഈ ക്ഷേത്രങ്ങളെല്ലാം തകർന്നരിപ്പടമായി ഇവിടെ അവിശ്വാസി സമൂഹം വലിയ രീതിയിൽ രൂപപ്പെടുകയും അതിനനുസൃതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വലിയൊരു മേധാവിത്വം കിട്ടുന്ന ഒരു ദിവാസ്വപ്നം കൊണ്ടുകൊണ്ടായിരുന്നു അവർ 80കൾ മുതൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള നവോത്ഥാനവും ആത്മീയപരമായിട്ടുള്ള ഉണർവും ഒക്കെ തന്നെ ഇന്നും വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് ആളുകളെ ക്ഷേത്രങ്ങൾ കൊണ്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നോക്കൂ, ഗുരുവായൂർ പോലെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, ശബരിമല ആയിക്കോട്ടെ, ആറ്റുകാൽ പൊങ്കാലയായിക്കോട്ടെ, ഇവിടെയൊക്കെ നോക്കൂ, ജനസഹസ്രങ്ങളും ലക്ഷക്കണക്കിന് ആളുകളാണ് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. അതിനെ തകർക്കാൻ വേണ്ടി അവർ പല രീതിയിൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. ആറ്റുകാലിൽ പോലീസിന്റെ ഇടപെടലുണ്ടായല്ലോ, ശബരിമലയിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിലെ തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അവിടെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. പക്ഷെ ആ അജണ്ട നടപ്പിലാക്കാനോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ ഇടമല്ല ഈ ക്ഷേത്ര പരിസരങ്ങൾ. നമ്മൾ നോക്കൂ, പുഷ്പനെ അറിയേണ്ട കേന്ദ്രമല്ലല്ലോ ക്ഷേത്രങ്ങൾ. അവിടെ അറിയേണ്ടത് രാമനെയാണ്, അവിടെ അറിയേണ്ടത് കൃഷ്ണനെയാണ്. ലാൽ സലാം പാടേണ്ട കേന്ദ്രമല്ലല്ലോ ക്ഷേത്രങ്ങൾ. അവിടെ ഉണരേണ്ട മന്ത്രം എന്ന രാമമന്ത്രമാണ്, കൃഷ്ണമന്ത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ക്ഷേത്ര സമിതികളെ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ്. ഈ ആളുകൾ തന്നെയാണ് പറയുന്നത് അമ്പലങ്ങളിൽ ഭഗവത്ഗീത പാടാൻ പാടില്ല, അത് വർഗീയമായ ചേരിതിരിവുണ്ടാകുന്നു, രാമായണ മാസാചരണം നടത്താൻ പാടില്ല. ഇവരാണ് പറഞ്ഞത് രാമായണ മാസാചരണം നടത്തി കഴിഞ്ഞാൽ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാവും എന്ന് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ നോക്കൂ, അതിൽ നിന്നൊക്കെ ഇവർ മാറിക്കൊണ്ട് ഇപ്പൊ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില അടിച്ചേൽപ്പിക്കൽ അവിടെ നടത്തുകയാണ്. അതിനെ പ്രതിരോധിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും വീണ്ടും വീണ്ടും അലോഷിയെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് തയ്യാറാകുന്നത് എന്നത് പാർട്ടി കൊടുക്കുന്ന ഉറപ്പിന്റെ പുറത്താണ്. ആ ഉറപ്പ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, ഇതിനെതിരെയുള്ള ജനകീയമായ പ്രതിരോധങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ നോക്ക്, കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ കഞ്ചാവിനെ കുറിച്ചും ഈ MDMA കുറിച്ചൊക്കെ വ്യാപകമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ നോക്കൂ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ആദർശത്തിന്റെ ആരൂപമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഈ ചെഗുവേരയെ പോലെയുള്ള ആളുകളെ കൊണ്ടു നടക്കുന്നത്. പരിപാവനമായ ക്ഷേത്രാങ്കണത്തിൽ ചെഗുവേരയുടെ കഞ്ചാവ് അടിച്ചു നിൽക്കുന്ന ഫ്ലെക്സും ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ ആർത്തുല്ലസിക്കുന്നത് കാണുന്ന സമയത്ത് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് പ്രശ്നമുണ്ടാകും. അവരുടെ വികാരങ്ങൾ വ്രണപ്പെടും. അത് കാണാൻ ഇവിടുത്തെ സമൂഹത്തിനും ഗവൺമെന്റിനും ഇവിടുത്തെ കോടതികൾക്കും ബാധ്യതയുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പിന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേസമയത്ത് നോക്കൂ, ഇവിടെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ എത്ര ഉത്സവങ്ങൾ നടക്കുന്നു, അവിടെയൊന്നും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരമുള്ള കോപ്രായങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഇവർക്ക് പ്രത്യക്ഷമായിട്ട് കയറി മേയാനുള്ള ഇടത്താവളമായിക്കൊണ്ട് ക്ഷേത്രങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്ക് ഒരു ക്ലബിന്റെ പരിപാടി അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കരിക്കാം, അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ പരിപാടിയിലായിക്കോട്ടെ, ഒരു സാമുദായിക സംഘടന ആയിക്കോട്ടെ. പക്ഷെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മതപരമായ ആചാര വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ ശ്രീകുമാർ സാറ് പറഞ്ഞില്ല, 30 മണിക്കൂർ അണുവിട ചലിക്കാത്ത താന്ത്രികമായിട്ടുള്ള ആചാരക്രമങ്ങളാണ് നടക്കുന്നത്. അവിടെ ഒരു പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയക്കാർക്ക് ഒരു തരത്തിലുള്ള റോളും ഇല്ല. ഇതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. അതിപ്പോ തൃശ്ശൂർ പിണറായി വിജയൻ സർക്കാർ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതുകൊണ്ടോ അല്ല പൂരം നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു ആചാരക്രമമുണ്ട്, വിശ്വാസക്രമങ്ങളുണ്ട്, അതിനനുസൃതമായിട്ടുള്ള അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ക്രമമുണ്ട്. അത് പാലിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് സാംസ്കാരികമായ ഔന്നിത്യം. അതിന് പകരം ഏതെങ്കിലും ഒരു ഇസത്തിന്റെയോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആധിപത്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടുകൊള്ളണം എന്ന് പറഞ്ഞുള്ള ധാർഷ്ട്യം, ആ ധാർഷ്ട്യം ഇനി കേരളത്തിൽ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ജനകീയമായ പ്രതിരോധങ്ങളുമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ സംഘപരിവാർ അടക്കമുള്ള BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ മുന്നിൽ നിന്ന് അണിനിരക്കും. കാരണം ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തുടങ്ങി കണ്ണൂരിലെത്തി, കൂത്തുപറമ്പിൽ കണ്ടു, നമ്മൾ എല്ലാ സ്ഥലത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
വന്നിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെയുണ്ട്. ആ പ്രതിഷേധം കോടതികൾ കൃത്യമായിട്ട് കാണണം. അപ്പൊ നേരത്തെ ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ പല വിഷയങ്ങൾ കാണുന്ന സമയത്ത് കോടതി ഇടപെടുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ദുസ്ഥിതിക്കെതിരെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത രീതിയിലുള്ള കോടതി ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ കേരളത്തിനകത്ത് ഇതിനെതിരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഈ കുതിര കയറൽ അവസാനിപ്പിക്കണം, ആചാരങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ അവസാനിപ്പിക്കണം. ഇപ്പൊ സുരേഷ് ബാബു സാർ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഒരു കോൺഗ്രസ് കൾച്ചർ ആയതുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതേ നിലപാടായിരിക്കില്ല CPM-ന്റെ ഒരു പ്രതിനിധിക്ക്, DYFയുടെ ഒരു നേതാവിന്, ഇടതുപക്ഷത്തിന്റെ മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഈ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസിയുടേതാണ്, ആചാരങ്ങൾ പാലിക്കാനുള്ളതാണ്, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്. ആ സാമൂഹിക ക്രമം പാലിക്കാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, ശ്രീകുമാർ, ഞാൻ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനോട് ചോദിച്ചത് ഇത് CPM അടക്കമുള്ള ഇടതു പാർട്ടികൾക്ക് തിരിച്ചടിയല്ലേ ഉണ്ടാക്കുക എന്നാണ്. അതേ ചോദ്യത്തിൻ്റെ മറ്റൊരു ആംഗിൾ, വിശ്വാസികളെ വെറുപ്പിക്കുന്നോ ഇവർ? അതായത് ഇതിന് തിരിച്ചറിയ പ്രശ്നമില്ല കൃഷ്ണരാജ്. കാരണം ജനങ്ങൾ ഇത് ശ്രദ്ധിക്കില്ല. ഇത് അവരൊരു ഇതെന്ത് ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്നേ ചിന്തിക്കുള്ളൂ. അപ്പൊ നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ വോട്ട് കിട്ടുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ? ഇപ്പൊ നോക്കൂ, CPM-നെ കുറിച്ച് അവരാണെങ്കിൽ ഇപ്പൊ 8 വർഷം 9 വർഷമായിട്ട് ഭരിക്കുകയാണ്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ അവരുടെ വിശ്വാസപരമായ നയങ്ങൾ മാറ്റിയെടുത്ത്? എന്തിനാ? അവരുടെ പാലക്കാട് പ്ലീനസ് ഉണ്ടായിരുന്നു. പാലക്കാട് പ്ലീനത്തിൽ അവർ വിശ്വാസത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും തീരുമാനം എടുത്തിരുന്നു. അന്ധവിശ്വാസത്തിനെതിരായ ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത്ര വർഷമായിട്ട് എന്താ ബില്ല് കൊണ്ടുവരുന്നത്? അപ്പൊ അന്ധവിശ്വാസികളുടെ വോട്ടും CPM കാംക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതൊക്കെ പോട്ടെ, CPM-ന്റെ സാധാരണ രീതിയിൽ ശ്രീ സുരേഷ് ബാബു ഒക്കെ ഒരു പാർട്ടിയുടെ നേതാവായിരുന്നല്ലോ. പഴയ കാലത്ത് CPM എന്ന് വെച്ചാൽ 1-2 ഘട്ടങ്ങളിൽ ഒഴിച്ച് ഈ ദേവസ്വം വകുപ്പ് ഘടകകക്ഷികൾക്കാണ് കൊടുത്തിരുന്നത്. അപ്പൊ മുൻപ് തന്നെ അത് കടന്നപ്പള്ളി രാമേന്ദ്രൻ ചേട്ടനായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം ഇത് എന്തുകൊണ്ടാണ് ഇതിന് CPM ഏറ്റെടുത്ത്? എന്തിനാണ്? ക്ഷേത്രത്തിൽ പോയാൽ വിശ്വാസി അല്ലാത്ത മന്ത്രി, ആ മന്ത്രി ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്ര വിശ്വാസി അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കാതെ നിൽക്കുന്നു, അത് ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ വരുന്നു. എന്നിട്ടും അവർ പറയുന്നത് ഞാൻ ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോയതെന്നാണ്. ജനങ്ങളുടെ കാര്യം വിശ്വാസികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോയതെന്നാണ്. വിശ്വാസികളുടെ കാര്യം നോക്കാൻ ക്ഷേത്രാങ്കണത്തിൽ പോകണ്ട. വിശ്വാസികളുടെ കാര്യം നോക്കാനായിട്ട് ശ്രീകോവിലിന്റെ മുമ്പിലെ സോപാനത്തിന് മുമ്പിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസികളുടെ കാര്യം നോക്കേണ്ടത് ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നിട്ടാണ്. ശബരിമലയിൽ ഈ വർഷം ഇത്ര പേർ വരും, അവർക്ക് എല്ലാവിധ പ്രാഥമിക സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് പറയാനായിട്ട് ശബരിമല കയറി പോകേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് കക്ഷികളെ അവരെന്തെന്ന് വെച്ചാല് ഹിന്ദു വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല, ഇപ്പൊ BJP വേറെ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മൾ എല്ലാം കാണണം. ഞാൻ കോൺഗ്രസിന്റെ പേര് പറയാത്തതെന്ന് വെച്ചാൽ കോൺഗ്രസ് കാലാകാലങ്ങളിലായിട്ട് ഈ കാര്യങ്ങളിൽ ഇത്രത്തോളം ഇടപെടാറില്ല എന്നുള്ളതുകൊണ്ടാണ്. ഉദാഹരണങ്ങൾ മാറ്റി കാണിച്ചെന്നാൽ ഞാനിത് തിരുത്താൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്ന കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസികൾ, ഏത് വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളാണെങ്കിലും ചില രാഷ്ട്രീയ കക്ഷികളുടെ ധാരണ അവർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ വോട്ട് കിട്ടുന്നതാണ്. അങ്ങനാണെങ്കിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞ എല്ലാ ക്രൈസ്തവ വോട്ടുകളും അവർ വരുന്ന പാർട്ടിക്ക് കിട്ടണം. അതുപോലെ NSS SNDP പറഞ്ഞാൽ ആ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് കൂടെ അവർക്ക് കിട്ടണം. അങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത്? അല്ല. തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം പോലും ഒരു സമുദായ നേതാവ് പറഞ്ഞിട്ട് കേരളത്തിലെ വോട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഇവരെ കാണുന്നത് എന്താ പറയാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, പ്രാദേശിക തലത്തിലേ കാണുള്ളൂ. ഇപ്പൊ സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചർച്ചകളിലാണ് ഇതൊക്കെ പറയാ. പ്രാദേശിക അടിസ്ഥാനത്തിൽ എന്താ കാണുക ജനങ്ങള്? പ്രാദേശിക അടിസ്ഥാനത്തിൽ കാണുമ്പോ ഇദ്ദേഹത്തിന് എന്താ ഈ എഴുന്നള്ളത്തിന്റെ മുമ്പിൽ കാര്യം എന്ന് ചിന്തിക്കുമ്പോ അവിടെ ഒരു അത് മറ്റേ അടുത്ത തവണ വോട്ട് കിട്ടാനായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മള് ഈ മതപുരോഹിതന്മാരുടെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ മാറാം. ഒരു എന്താ പറയാ, ഒരു 100 പേരുണ്ടെങ്കിൽ 1-2 ഒക്കെ മാറിയേക്കാം, അല്ലാണ്ടൊന്നും ആരും മാറില്ല. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല്,
നമ്മുടെ സാമൂഹികമായ ഒരു ബാലൻസ് ഉണ്ട്, അത് നഷ്ടപ്പെടും. ഈ ഉത്സവകാലത്ത് നമ്മളെ സാധാരണ രീതി എങ്ങനെയാ വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത്, അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഏറി വന്നാലും കുഴപ്പം ഉണ്ടാകുന്നത് ആന എഴുന്നള്ളത്താണെങ്കിൽ ആന ഓടും, അല്ലെ പോക്കറ്റ് അടിക്കാരെ കാണും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ രാഷ്ട്രീയ കക്ഷികളെ പേടിക്കേണ്ട അവസ്ഥയാണ് അവിടെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുമ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പ് പോലും നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ പോലെ ആനന്ദിക്കാനുള്ള ഇടം അക്രമത്തിന്റെ പാതയായും അക്രമത്തിന്റെ ഇടവഴികളായി മാറുന്ന ഒരു അവസ്ഥ വരികയല്ലേ. അപ്പൊ ഇത് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. കാരണം ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പാടി, ശരി പോട്ടെ, വിവരക്കേട് കൊണ്ട് പാടി, അടുത്ത ക്ഷേത്രങ്ങൾ ഇങ്ങനെ പാടില്ലെന്ന് പറയണ്ടേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ്, ഇപ്പൊ അദ്ദേഹം CPM നേതാവാണ്. അദ്ദേഹത്തിന് അറിയാം വിശ്വാസവും അവിശ്വാസവും ക്ഷേത്രാചാരവും ക്ഷേത്രാങ്കണവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം, പരിചിതമാണ്. അദ്ദേഹം ധൈര്യമായിട്ട് തീരുമാനം എടുക്കണമെന്ന്. അത് ദേവസ്വം ക്ഷേത്രമാണെങ്കിൽ. ഇതില്ല, അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ക്ഷേത്രത്തിലെ ഭാരവാഹിയെ വെച്ച് അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്. കാരണം അദ്ദേഹം ആ പ്രദേശത്തുള്ള തിരുവിതാംകൂർ എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ അധീനതയെ വരണമെന്നില്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിലെ മറ്റേ കാര്യങ്ങളിൽ പറയാൻ അധികാര സ്ഥാനമുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് പറയാം, അല്ലെ അദ്ദേഹത്തിന്റെ ഭരണാധികാരികൾക്ക് പറയാം, ദേവസ്വം മന്ത്രിയെ വിളിച്ച് പറയാം ഇത് പാടില്ലെന്ന്. ദേവസ്വം മന്ത്രി പോലും നമ്മുടെ നാട്ടിലെ ദേവസ്വം മന്ത്രി എന്താ ചെയ്യുന്നത്? ദേവസ്വം മന്ത്രി ഇങ്ങനെ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് ലാഘവത്തോടെ കാണുകയാണ്. നേരെ മറിച്ച് തെറ്റാണെന്ന് പറയണം. കാരണം ഇത് പാടില്ല. ക്ഷേത്രാങ്കണത്തിൽ നേരത്തെ പിന്റു മഹാദേവ് പറഞ്ഞ പോലെ അവിടെ വിപ്ലവഗാനത്തിന് പ്രസക്തിയില്ല. വിപ്ലവഗാനം എന്ന് പറയുന്നത് ഒരാളെ കുറിച്ച് പാടുകയാണെങ്കിലും ആ ആളെ കുറിച്ച് ഇങ്ങനെ പാടി വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വിപ്ലവഗാനം പാടേണ്ടത് പാർട്ടി വേദികളിലെ സമ്മേളനങ്ങളാണ്. അവിടെ ആരെ കുറിച്ചാണോ പാടുന്നത് ആ വ്യക്തിക്ക് വളരെ പ്രാധാന്യവും അത് വികാരപരവുമായിരിക്കും. നേരെ മറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പോയിട്ട് ഒരാളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാടുകയാണെങ്കിൽ അവിടെ എതിർപ്പാണ് ഉണ്ടാവുക. ഇതാ പാർട്ടികൾ മനസ്സിലാക്കണം, പാർട്ടി മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, CPI നോക്കൂ, എത്ര കാലമായി CPI കേരളത്തില് കമ്മ്യൂണിസ്റ്റ് കക്ഷിയെ നിലകൊള്ളുന്നു. അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ അറിവ് ഇതുവരെ പറ്റിയിട്ടില്ല. ഇതിപ്പോ നാളെ ഇവർ തുടങ്ങുമോന്ന് അറിയാൻ പറ്റില്ല. കാരണം വലിയേട്ടനായാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഒരു തോന്നൽ വന്നാൽ ബുദ്ധിമുട്ടായി. കാരണം അവർക്കും അത്യാവശ്യം ചില ക്ഷേത്ര പരിസരത്തൊക്കെ അവർക്കും ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ക്ഷേത്രോത്സവങ്ങളെയൊക്കെ പരിപൂർണമായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായി കാണാനായിട്ട് ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഭരിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. ആരാണോ ഭരണ നേതൃത്വത്തിൽ വരുന്നത്, ആരാണോ ഇതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, അവരവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ തൃശ്ശൂർ പൂരം കഴിഞ്ഞ കൊല്ലം നടന്നത്, ഇക്കൊല്ലം വരാൻ പോവാ May 6-നാ. എന്താണ് അന്വേഷണം? എവിടെ എത്തി? ത്രിതല അന്വേഷണമായിരുന്നു, 3 തലത്തിലുള്ള അന്വേഷണം. എവിടെ എത്തി അന്വേഷണം? ഒരിടത്തും എത്തിയില്ല. പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം. എന്താ പ്രശ്നം? പോലീസുകാരുടെ വിവരക്കേട്. പോലീസുകാരുടെ വിവരക്കേട് ആരാ അന്വേഷിക്കുന്നത്? പോലീസ് മന്ത്രി. എവിടെ എത്താനാണ്? കുറച്ചു വർഷം മുമ്പ് 2000-ല്, അതുകൂടെ പറഞ്ഞു നിർത്താം, 2000-ല് തൃശ്ശൂർ പൂരം നടന്നപ്പോഴ് ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിവരമില്ലായ്മ കൊണ്ട് ആളുകളൊന്നും പോകണ്ട, ആനകൾ മാത്രം പോയാൽ മതി എന്ന് ഒരു തീരുമാനം എടുത്തു കുടമാറ്റത്തില്. അത് നടക്കില്ലല്ലോ. ദേവസ്വം ഭാരവാഹികളും പൂര കമ്മിറ്റിക്കാരും പിന്നാലെ പോയി ലാത്തി ചാർജ് ചെയ്തു. വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ലാത്തി കൊണ്ട് അടിച്ചു. ദേവസ്വം ഭാരവാഹികൾ കടികിട്ടി. അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് CPM ഭരിക്കുന്നത്. അന്വേഷണ കമ്മീഷനെ വെച്ചു. DYSP സസ്പെൻഡ് ചെയ്തു. 1 മാസത്തിനുള്ളിൽ സസ്പെൻഡ് ചെയ്തു. പ്രശ്നം തീർന്നു. ഇവിടെ നോക്കൂ, അതിന്റെ അത്ര എത്തിയിട്ടില്ല. ലാത്തി ചാർജ് നടന്നിട്ടില്ലല്ലോ, അതിന്റെ അത്ര എത്തിയിട്ടില്ല. ക്ഷേത്രാങ്കണത്തിൽ രക്തം വീണിട്ടില്ല. പക്ഷെ എന്താണ്, അലങ്കോലപ്പെട്ട കാര്യത്തിൽ പോലും ത്രിതല അന്വേഷണം നടന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല.